ഞാൻ സോണി അമ്പൂകൻ. ഞാൻ കണക്ടിക്കറ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഫൊക്കാനയുമായിട്ട് കഴിഞ്ഞ 6 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ ഒരു 8 കൊല്ലമായിട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു നാഷണൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ഞാൻ ബാബു സ്റ്റീഫൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നാഷണൽ കമ്മിറ്റി അതിലുണ്ട്. ഈ കമ്മിറ്റിയായിട്ട് ചേരുമ്പോൾ ഞാനൊരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പണ്ട് മുതൽ തന്നെ കേൾക്കുന്നൊരു സംഘടനയാണ് ഫൊക്കാന. ഇതിൽ വരുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. 1980 തന്നെ നമ്മുടെ KR നാരായണൻ സാറും അദ്ദേഹവും മറ്റ് പല ഉന്നത വ്യക്തികളും കൂടി ചേർന്ന ഒരു ഫൊക്കാന എന്നൊരു സങ്കല്പത്തിനെ കുറിച്ചും അതെങ്ങനെ കൊണ്ടുവന്നു എന്നതിനെ കുറിച്ചും. അന്ന് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1980 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് മലയാളി കമ്മ്യൂണിറ്റി എന്ന് തന്നെ പല ഭാഗത്തും സെപ്പറേറ്റഡ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവറി ടൗൺ ഹാസ് ഇനഫ് മലയാളീസ്. സോ നമ്മുടെ ടൈം ഹാസ് ചേഞ്ച്. നമ്മളുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നീഡ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യങ്ങർ ജനറേഷൻ്റെ നീഡ്സും ചേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ കുട്ടികൾക്കും നമ്മളുടെ കുട്ടികളുടെ ഗ്രാൻഡ് ചൈൽഡിനും എങ്ങനെ ഫൊക്കാന റിലവൻ്റ് ആക്കാം. നേരത്തെ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞതുപോലെ തന്നെ അതാണ് ഞങ്ങൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടാൻ സാധിച്ചാലും ഐ റിയലി വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. But again, one more time, I father of 3 children. They are all growing up, and Fokana should be relevant for them. Malayali community is one of the best communities in the United States. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എത്രയോ നല്ല ആൾക്കാർ ഇപ്പോൾ ഗൂഗിളിലുണ്ടെങ്കിൽ തോമസ് കുര്യൻ, എല്ലാത്തിലും നമ്മുടെ ആൾക്കാരുണ്ട്. നമുക്ക് അവരെ കൂടി യോജിപ്പിച്ച് ഈ കാലഘട്ടത്തിനുള്ള രീതിയിൽ ഇതിനെങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഫിലിപ്പോസിൻ്റെയും സന്തോഷിൻ്റെയും ആൻഡോയുടെയും ഒക്കെ ലീഡർഷിപ്പിൽ ഞങ്ങൾ നോക്കുന്നത്. സോ അദ്ദേഹം പറഞ്ഞ പോലെ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള ഐ എം ഓണേർഡ് ടു ബി ദേർ ആൻഡ് താങ്ക് യു ഓൾ. എൻ്റെ പേര് ഡോക്ടർ രാജു ഉമ്മൻ. ഞാൻ ഫൊക്കാനയുടെ അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസിൻ്റെ ഭാര്യ മത്സരിക്കുകയാണ്. ഇന്ന് ഫൊക്കാന എന്ന് പറയുന്ന പേര് നമ്മുടെ കേരളത്തിലും ആഗോള മലയാളികളുടെ ഇടയിലും അറിയപ്പെടുന്ന ഒരു ബിഗ്ഗസ്റ്റ് ട്രേഡ് മാർക്കായി മാറിയിരിക്കുകയാണ്. ഈ സംഘടനയെ വളർത്താനായിട്ട് നമ്മുടെ ഒരുപാട് മലയാളികളായിട്ടുള്ള അമേരിക്കയിലുള്ള ശ്രീ പോൾ കറുപ്പള്ളി അങ്ങനെയുള്ള പല പല പ്രസിഡന്റുമാരുടെ അകമഴിഞ്ഞ ഹാർഡ് വർക്കും അതോടുകൂടി വളരെയുള്ള കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ, ഇന്നത്തെ രീതിയിൽ ആഗോള പ്രവാസികളുടെ ഏറ്റവും വലിയ ഒരു പ്രവാസി സംഘടനയായി ഫൊക്കാന നമുക്ക് മാറിയിരിക്കുന്നത്. ഇന്ന് ഫൊക്കാനയെ സംബന്ധിച്ചിടത്തോളം ഫൊക്കാനയ്ക്ക് കേരളത്തിൽ ഉള്ള ക്രെഡിബിലിറ്റി ഏതൊരു ആഗോള പ്രസ്ഥാന പ്രവാസ സംഘടനയെക്കാളും ഏറ്റവും അധികം ഉള്ളതാണ്. ഇന്ന് കേരള ഗവൺമെൻറ്റിലൂടെ ആയാലും നാഷണൽ ഗവൺമെൻറ്റിലൂടെ ആയാലും ഏറ്റവും അധികം വ്യക്തിത്വമുള്ള ഒരു പ്രവാസി സംഘടനയാണ് ഫൊക്കാന എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ കൺവെൻഷന് നമ്മുടെ ഉപരാഷ്ട്രപതി ഒന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്, സംബന്ധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പലവിധ നേതാക്കളുടെയും വാർത്തെടുത്ത വലിയൊരു സംഘടനയാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഫൊക്കാനയുടെ സന്തത സാഹചര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് ഫിലിപ്പോസ് ഫിലിപ്പ്. നേരത്തെ കേട്ടതുപോലെ പലവിധ സംഘടനയ്ക്ക് കേസുകളും പലവിധ സംഘടനയുടെ അസ്തിത്വത്തിന് തന്നെ പലതരത്തിലുള്ള ചലഞ്ചുകൾ ഉണ്ടായപ്പോൾ അതിൻ്റെ എല്ലാം മുൻനിര പോരാളിയായിട്ട് പ്രവർത്തിച്ച ഒരു മഹവ്യക്തിയാണ് ഈ ഫിലിപ്പോസ് ഫിലിപ്പ്. ആ പുള്ളിയുടെ ഈ ഇൻറ്റഗ്രിറ്റിയുള്ള ഈ പാനലിൽ ഒരു മെമ്പറായിട്ട് മത്സരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തൊരു ലോക കേരള സഭയുണ്ട്. അതിനകത്ത് പലരും അതിനകത്ത് ബന്ധപ്പെട്ടാണ്. പുതിയ സർക്കാരിൻ്റെ കാലത്ത് അത് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. ഫൊക്കാന എന്ത് ചെയ്യും? അങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പക്ഷേ അതെ ലോകകേരള സഭയ്ക്ക് UDF ഇല്ലായിരുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവരങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഭാവവും മറ്റും മാറ്റിക്കൊണ്ട് വേറെ രീതിയിലായിരിക്കും പക്ഷേ വരുന്നത് എനിക്ക് തോന്നുന്നു. വളരെ നല്ലൊരു അത് ആക്ച്വലി നല്ലൊരു സംരംഭം തന്നെയായിരുന്നു, സംശയമില്ല. പക്ഷേ അതിനകത്ത് സംശയങ്ങളും പ്രശ്നവും വന്നത് ദൂരത്ത് ആളുകളെ കൊണ്ട് താമസിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് കൺട്രോൾ വരുത്തിക്കൊണ്ട് തുടരണമെന്നുള്ളതാണ്. കാരണം എല്ലാ മലയാളികളും പങ്കെടുത്ത മലയാളത്തിൽ തന്നെ വളരെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ വിഷയങ്ങളൊക്കെ തന്നെ ലോകകേരള സഭയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സംഭവമായില്ല. നമ്മൾ പറഞ്ഞ ഒരു എന്താ പറയുക പാർട്ടി ലെവലിൽ തള്ളിക്കളഞ്ഞൊരു കാര്യമില്ല. അതിനകത്ത് പല പ്രവചനങ്ങളുണ്ട്, പല ആൾക്കാരുണ്ട്. പിന്നെ ഏത് സംഘടനയിലും കാണും
കുറച്ച് പേര് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഈസി ആയിട്ട് അത് നോക്കിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശത്തെ നമ്മൾ എടുത്ത് കളയുകയാണ്. എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടുള്ള ആരോപണം പറഞ്ഞ മാതിരി ഇത് ദൂർത്തായിരുന്നു. ആ ദൂർത്ത് അവോയ്ഡ് ചെയ്തുകൊണ്ട് വേറെ രീതിയിൽ കൂടി ഇതിനെ പിന്നെ എന്താ ഭാവന ചെയ്ത് കഴിഞ്ഞാൽ കണിശമായിട്ടും അത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അഭിപ്രായം. പുതിയ ഗവൺമെന്റ് വിദേശങ്ങളെ അവഗണിക്കുന്നു തോന്നുന്നു. കണിശമായിട്ടുമില്ല. ഇല്ല, കണിശമായിട്ട് പുതിയ ഗവൺമെന്റ് വിദേശികളുമായിട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കത്തേ ഉള്ളൂ. കാരണം പണ്ട് മുതലേ നമുക്കറിയാം ഈ വയലാറിയുടെ കാലം മുതലേ പ്രവാസികളുമായിട്ട് പ്രത്യേക ഒരു മമത ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണിശമായിട്ടും പ്രവാസികളുടെ ഭാഗത്തു നിന്നും പിന്നെ പുതിയ ഗവൺമെന്റ് ഭാഗത്തു നിന്നും മലയാളി പിന്നെ നമ്മുടെ പ്രവാസികൾക്ക് അവഗണന ഉണ്ടാകുന്ന യാതൊരു സംശയമില്ല. കൊടുക്കുന്നില്ല കൂടുതൽ നമ്മൾ അങ്ങനെ പോകാനായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്താ നിങ്ങൾ എന്ത് ശ്രമിക്കും? അതായിരുന്നു ചോദ്യം. ചോദ്യത്തിന് ഉത്തരം അതല്ല പറഞ്ഞത്. റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ഗവൺമെന്റ് ലെവലുമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ പിന്നെ എന്താ പറയുന്നത് ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് രാഷ്ട്രീയമായിട്ടും പേഴ്സണൽ പരിചയമുള്ള ആൾക്കാരാണ് മന്ത്രിമാർ. ഞങ്ങളുടെ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ 3 മാസം അവധി എടുത്ത് നാട്ടിലായിരുന്നു, ഇലക്ഷൻ ക്യാമ്പയിനിലായിരുന്നു. അത് ഞങ്ങൾ രാഷ്ട്രീയം പറയല്ല. ഞാൻ പറഞ്ഞപ്പം ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിമാരുമായിട്ട് വളരെയധികം വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകൾ ജോസിന് എന്താ പറയുക ഇടതുപക്ഷ മുന്നിൽ ഉണ്ടായിരുന്നതിന് പോലും അല്ലെങ്കിൽ ഉപരിയായിട്ടോ കണക്ഷനുള്ള ധാരാളം ആൾക്കാരാണ് നമ്മുടെ ടീമിലും നമ്മുടെ സപ്പോർട്ടിൽ നിന്നുള്ളത്. അതുകൊണ്ട് ഏത് കാര്യം സാധിക്കുന്നതിന് എനിക്ക് തോന്നുന്ന ഒരു ദിവസം പോലും അതിന് ഡിലേ വരത്തില്ല. ഡെഫിനറ്റായിട്ടും നമ്മുടെ ഏത് പ്രശ്നങ്ങൾ വന്നാലും അത് സാധിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ ഒരു ഡിലമയാണ് ഈ രണ്ട് ഒരു ഗവൺമെന്റിന്റെ ദുഃഖം പറഞ്ഞത് എതിർക്കുന്നു. നമ്മുടെ ഈ പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇല്ലാതാക്കുന്നുള്ള പ്രതീക്ഷ ഇതിനെ ഇപ്പോഴാണ് പോകുന്നത്. അത് എന്തൊരു സ്ട്രാറ്റജിയാണ് ഈ UDF ഗവൺമെന്റിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് UDF ഈ ലോക കേരള സഭയ്ക്ക് എതിരായിരുന്നു. പക്ഷെ ഫൊക്കാനയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ വിദേശ മലയാളികളുടെ അവകാശങ്ങൾ പറയുവാൻ ഒരു വേദി ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളുടെ ഫൊക്കാനയുടെ അഭിപ്രായം. അതുകൊണ്ട് തീർച്ചയായും ഈ ഗവൺമെന്റ് ലോക കേരള സഭ കളഞ്ഞാലും മറ്റേതെങ്കിലും രൂപത്തിൽ നമ്മുടെ ശബ്ദം ഉയർത്താനുള്ള ഒരു വേദി ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഫൊക്കാന കഠിനമായി ശ്രമിക്കുന്നതാണ്. ഭാഗ്യവശാൽ നമുക്ക് ഏറെ ബന്ധമുള്ള ഒരുപറ്റം നേതാക്കന്മാര് ഇന്ന് മന്ത്രിമാരായിട്ട് MLA-മാരായിട്ട്. കോൺഫറൻസ് എവിടെ ആയിരിക്കും നിങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ന്യൂയോർക്ക് സിറ്റി തന്നെയായിരിക്കും ഞങ്ങൾ നോക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ മാരിറ്റ് ഹോട്ടലിലായിരിക്കും ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ സീരിയസ് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് നമ്മൾ ഇലക്ഷൻ തുടങ്ങി ഇപ്പം കഴിഞ്ഞ 2-3 മാസം കൊണ്ട് നടക്കുന്ന ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസങ്ങൾ ഇങ്ങനെ ഓരോ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അൺഒഫീഷ്യലായിട്ട് അതിൽ തന്നെയും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കൺസുമായിട്ട് പക്കമായിട്ട് നെഗോഷിയേഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിലേക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് മാരിഡ് വിച്ച് നടത്തുന്ന പരിപാടിയാണ്. കാരണം കലഹാരിക്കാട്ടിലും വലിയ റേറ്റ് ഒന്നും അല്ല മാരിഡ്. കലഹാരിൽ ഇപ്പോൾ റൂമിന് $600 അപ്പോൾ ആ ബന്ധമൊന്നും പിന്നെ നമ്മുടെ മാരിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോകണ്ട എല്ലാവരും നമുക്ക് ആളുകളെല്ലാം ഉണ്ട്. നമുക്ക് ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള ശക്തമായ ഒരു ടീം നോക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ 100% പറയുന്നില്ല, 99% നമ്മൾ സിറ്റിസിനാണ്. കാരണം സിറ്റിക്ക് പുറത്ത് നടത്തി കഴിയുന്ന പ്രസക്തിയില്ല. നമ്മുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ജയിച്ചാലുള്ള സംഭവമല്ലേ? അപ്പൊ ജയിക്കാനുള്ള സാധ്യത എന്തോരമുണ്ട്? ജയിക്കാനുള്ള സാധ്യത BD സതീശൻ പറയുന്ന മാതിരി തന്നെയാണ്. ഞങ്ങൾ ജയിച്ചിരിക്കും. 102 സീറ്റ് 100-ന് ശേഷം 100 മോളെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ടീം ഇന്റഗ്രേറ്റഡ് ടീം 40-45 കാൻഡിഡേറ്റ് ഉണ്ട്. എല്ലാവരും നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ ജയിച്ചിരിക്കും. അത് തമാശയായിട്ട് പറയുന്നതല്ല. ഞങ്ങൾ കാരണം ഞങ്ങളിപ്പോൾ ഓൾറെഡി പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പിന്നെ പ്രചരണം നടത്തുന്നുണ്ട്. പ്രചരണ ക്യാമ്പയിനുണ്ട്. അത് ഫ്ലോറിഡയിൽ തുടങ്ങി. ഫ്ലോറിഡ കഴിഞ്ഞ് നമ്മുടെ ഈ റീജിയന്, പിന്നെ ഫിലഡൽഫിയ റീജിയന്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാഷിംഗ്ടൺ കഴിഞ്ഞിട്ട് കാനഡയിൽ. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കോണറിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫുൾ സപ്പോർട്ട്. ഒരു സപ്പോർട്ടല്ല, ഞാൻ ചെയ്യാവുന്നതല്ല, മറ്റവരെ കിട്ടത്തില്ലെന്നുള്ളതല്ല, ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് വളരെ നല്ല ആത്മവിശ്വാസത്തിനാണ് നമ്മൾ പോകുന്നത്. അത് ഞാൻ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസം അത് കണിശമായിട്ടും നടക്കുന്ന സംശയമില്ല. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനില്ല. കാരണം ഞാൻ ചോദിച്ചോട്ടെ, ഒരു വിശ്വസ്തനായ ഒരാളെ വേണോ, അതോ നിങ്ങളൊരാള് 4 പ്രാവശ്യം സ്ഥിരമായിട്ട് മത്സരിച്ചതിന് ശേഷം ഇന്ന് ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വന്ന് ഒരു പോളിസി ഇല്ലാതെ നിൽക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ പറയുന്നതാണ് ശക്തമായ 11 പേരുള്ള വളരെ സമ്പുഷ്ടമായ വളരെ പ്രയോജനപ്രദമായ ഫൊക്കാനയുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയ നല്ലൊരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു. ചുമ്മാ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ല കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ഞങ്ങളുടെ
പ്രവർത്തനം ഞാൻ പറഞ്ഞ പ്രവർത്തനങ്ങളും നമ്മുടെ മാനിഫെസ്റ്റോയും നമ്മുടെ പരിചയവും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സേവനങ്ങളും വെച്ചുകൊണ്ട് കണിശമായിട്ടും ഈ ടീമിനെ ജയിപ്പിക്കുന്നത് എനിക്ക് ആ സംശയം. നിങ്ങളുടെ ഇന്റഗ്രിറ്റി ടീം കഴിഞ്ഞ ഫൊക്കാന കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഏറ്റവും ചെയ്ത നല്ലൊരു കാര്യം ഈ മെഡിക്കൽ കാർഡ് പർച്ചേസിങ് കാർഡും ഡ്യൂട്ടി പെയ്ഡ് ഷാർട്ടിൽ ഈ കാര്യത്തിൽ ഇന്റഗ്രിറ്റി ടീം ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എക്സ്പാൻഷനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം തോന്നുന്നു നമ്മൾ പറയുന്നത് ഗവൺമെന്റിൽ തീർച്ചയായും പറഞ്ഞ മാതിരി ഫൊക്കാന ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ആദ്യം മതി ഭാഷകൾ ഡോളർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാഹിത്യ സമ്മേളനങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലം മെഡിക്കൽ കാർഡ് പ്രിവിലേജ് കാർഡ് വന്നിരുന്നു. മെഡിക്കൽ കാർഡ് നമുക്കറിയാം വളരെ ഒത്തിരി ആൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് 6 മെഡിക്കൽ സ്കൂൾ 6 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാത്രമേ ഇതിന് ബന്ധമുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ഉദ്ദേശം, ഞങ്ങളുടെ ടീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കാർഡ് ഫെസിലിറ്റി എല്ലാ ജില്ലയിലെയും ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഹോസ്പിറ്റലെങ്കിലും നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ഡെഫിനറ്റായിട്ടും അത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, ചെയ്തിരിക്കും. മറ്റൊരു ചോദ്യമുള്ളത്, ഈ ഫൊക്കാന ശരിക്കും പറഞ്ഞാൽ ഈ ഡോളർ ഭാഷയ്ക്കൊരു ഡോളർ എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ മലയാളം സ്കൂളുകളെല്ലാം തന്നെ നിന്നുപോയി. നിങ്ങൾ പറയുന്നുണ്ട് പുതിയ തലമുറയിലേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കും, ഫൊക്കാനയിലേക്ക് ആകർഷിക്കുന്നൊക്കെ. ഫൊക്കാന ഒരു മലയാളി സംഘടനയാണല്ലോ. ഒരു ഒറ്റ കൊച്ചുങ്ങൾക്ക് മലയാളം അറിയില്ല. നിങ്ങളിതൊക്കെ പഠിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഞങ്ങൾ ആ ചോദ്യം വളരെ റിലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. പർട്ടിക്കുലറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല അസോസിയേഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ, കേരള അസോസിയേഷൻ ആണെങ്കിലും കണക്റ്റിക്കറ്റ് ആണെങ്കിലും നമ്മളൊരു മലയാളം സ്കൂൾ തുടങ്ങുന്നു, അവരെ പഠിപ്പിക്കുന്നു. പക്ഷെ അവർക്ക് കുട്ടികൾക്ക് പലപ്പോഴും അതിലേക്കൊരു ഫോഴ്സ് ചെയ്യാനായിട്ട് അവരെന്തിനു പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പം ഞങ്ങൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് മലയാളം മിഷനുമായിട്ട് ഏർപ്പെട്ടിട്ടാണ് കേരള ഗവൺമെൻറ് മലയാളം മിഷനുമായിട്ട് ചേർന്ന് മലയാളം പഠിപ്പിക്കാൻ സ്കൂളുകൾ ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങളുടെ കണക്റ്റിക്കറ്റിലെ പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രസിഡന്റ്. ഞങ്ങൾ മലയാളം സ്കൂൾ 3-4 സെന്ററിൽ തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഒരു എടുത്ത ലെവലിലേക്ക് ഞങ്ങൾക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 തലങ്ങളിലായിട്ട് 3 phases ആയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്, 3 ഏരിയകൾ. ഒന്ന്, ഇപ്പോഴത്തെ അസോസിയേഷനുകൾ നടത്തുന്ന മലയാളം സ്കൂളുകൾ കണ്ടിന്യൂ ചെയ്യുകയും അവർക്ക് മലയാളം മിഷൻ പോലെ, ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നു, ചിലപ്പോൾ അവരുടെ രീതി ഡിഫറെൻ്റ് ആയിരിക്കാം. ദെൻ വിൽ സ്റ്റിൽ ലിവറേജ് വാട്ട് ദ കേരള ഗവൺമെന്റ് ഈസ് ഡൂയിങ്. ഞങ്ങൾ ആ സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു അഡ്വൈസറി ഓർ ലീഡർഷിപ്പ് നമുക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും സ്കൂളുകളിലേക്ക്, കാനഡയിൽ നമ്മൾ തന്നെ ഒരു കിങ്സ്റ്റണിൽ ഒരു സ്കൂളിൽ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വി വാണ്ടഡ് ടു ഡു ദാറ്റ്. അമേരിക്കയിൽ തന്നെ സ്കൂളുകളിൽ ഇപ്പോൾ നമ്മൾ ലാറ്റിൻ പഠിക്കുന്ന സ്കൂളുകളുണ്ട്, സ്പാനിഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്. ഫ്രഞ്ച് സംസാരിക്കുന്ന വളരെ കുറച്ച് കുട്ടികളെ കണക്റ്റിക്കറ്റിലുള്ള അല്ലെങ്കിൽ ന്യൂയോർക്കിലുള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾക്ക് അവിടെ ഫ്രഞ്ച് എസ് എ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുണ്ട്, ഇറ്റ്സ് എൻ ഓപ്ഷണൽ ലാംഗ്വേജ് ആയിട്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മലയാളികളുള്ള സ്ഥലത്ത് നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ അതൊരു 5 കൊല്ലത്തെ പ്രോസസ്സാണ്. ഇറ്റ് മേ നോട്ട് കംപ്ലീറ്റ് ഇൻ 2 years. പക്ഷേ 5 കൊല്ലത്തേക്ക് നമുക്ക് അതിന് തുടക്കമെടുക്കുക. അത് സജിമാന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരുമാതിരി കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളുകളിലേക്ക് മലയാളം ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾ അത് ഏറ്റെടുക്കുക. മൂന്നാമത്തെ, ഇത് യൂണിവേഴ്സിറ്റി തലമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഡോക്ടർ ദർശന, നമ്മുടെ ഞങ്ങൾ പലപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ US 2 യൂണിവേഴ്സിറ്റികളിൽ മലയാളം പഠിപ്പിക്കുന്നു. ഇറ്റ്സ് എ ക്രെഡിറ്റ് സിസ്റ്റമാണ്. സോ നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഹൈസ്കൂൾ കുട്ടികൾ പലരും AP ക്ലാസ്സുകൾ എടുക്കാനായിട്ട് AP, കെം whatever, ഇപ്പൊ അവർക്ക് ക്രെഡിറ്റ് കൂട്ടാനായിട്ട് ഇപ്പോൾ, അതായത് ഇപ്പൊ തുടങ്ങുന്നത് സമ്മറിന് ക്രെഡിറ്റ് ആക്കാനായിട്ട് മലയാളമുണ്ട്. അതിൽ പഠിക്കുന്നത്, ഇന്ന് പഠിക്കുന്നത് പലരും മലയാളികളല്ല, ഇവിടുത്തെ വൈറ്റ്സോ അല്ലെങ്കിൽ നോൺ മലയാളി സ്പീക്കിംഗ് കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾക്ക് മലയാളം കറക്റ്റ് അറിയില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ്. പക്ഷെ അവർക്ക് ദേ നോ ബൈ അവരുടെ വീട്ടിൽ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇഫ് ദേ പിക്ക് ഇറ്റ് അപ്പ്, ദേ ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ക്രെഡിറ്റ് ബൂസ്റ്റർ. പക്ഷെ ഇന്ന് പലപ്പോഴുള്ള പ്രശ്നം, എന്തിനു ഞാൻ മലയാളം പഠിക്കുന്നു എന്നുള്ളത് ഒരു ന്യായമായ ഒരു ക്വസ്റ്റ്യൻ ആണ് കുട്ടിയുടെ സൈഡിൽ നിന്ന്. ഞാൻ പഠിക്കേണ്ട ആവശ്യം എന്താണ്? ഇറ്റ് സോ ഹാർഡ്. ബട്ട് ഇഫ് ഇറ്റ്സ് എ ക്രെഡിറ്റ്, ഇറ്റ്സ് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ലെവൽ. അതാണ് ഞങ്ങൾ നോക്കുന്ന മൂന്നാമത്തെ തല. അങ്ങനെ 3 ലെവലിലായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. അതിൽ ചിലത് ഇറ്റ് മൈ നോട്ട് ഹാപ്പൻ ഇൻ 2 years, ഇറ്റ് മേ ടേക്ക് മോർ ദാൻ ദാറ്റ്, ഇറ്റ് വിൽ ജസ്റ്റ് എ കണ്ടിന്യൂഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി നമ്മുടെ ബെന്നി എഴുതിയ ലേഖനം വായിച്ചായിരുന്നല്ലോ, സോണിയുടെ പുസ്തകം. അപ്പൊ അത് എങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റും നമുക്ക് ഇവിടെയും നാട്ടിലും സംഘടനയ്ക്കും ഒക്കെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും? അപ്പൊ ഈ നമ്മുടെ ഈ മീറ്റിംഗ് ഇത് നമുക്ക് മലയാളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തർജ്ജമ ചെയ്ത് വരാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഇറ്റ്സ് റിയൽ ടൈം ചെയ്യാൻ ഇന്നത്തെ ബൈ ദ വേ AI ടെക്നോളജി സോ ഫാസ്റ്റ് ഇറ്റ്സ് മൂവിങ്. അപ്പോൾ ഇന്നുള്ളതെല്ലാം എടുത്തോലെ ഇവൺ ബെറ്റർ ആണ്. ഇന്ന് തന്നെ ഇപ്പോൾ റിയൽ ടൈം ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ്, ഇറ്റ് ഈസ് പോസിബിൾ. ആ ഒരു സങ്കേതം ഓൾറെഡി ഉണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പം നമ്മളുടെ ഇടയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അജു അബ്രാം ഈസ് ആക്ച്വലി ദ കൺസൾട്ടിംഗ് ഹെഡ് ഫോർ വൺ ഓഫ് ദ AI പാർട്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾറെഡി തരും. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, ഞങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം, ഞങ്ങൾ AI ബുക്ക് എഴുതിയതിന് ശേഷം ചെയ്തത് കേരളത്തിൽ അത് മലയാളത്തിൽ എഴുതി. മലയാളത്തിൽ ഐ സീ ദാറ്റ് ദെയർ ഈസ് എ ബിഗ് AI ഡിവൈഡ് ഈസ് ഹാപ്പനിങ് ഇൻ ദ കമ്മ്യൂണിറ്റി. അതായത് ചിലർക്ക് AI അറിയാം, ദെൻ ദേ വിൽ ഗെറ്റ് ഇൻ ടു ജോബ്സ് ആൻഡ് ദേ വിൽ കീപ് ഗോയിങ് ദർ. അതുപോലെ തന്നെ ചിലർ ഒട്ടും തന്നെ അറിയാത്തവർ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ആ ബുക്ക് എഴുതുന്നു. ഞങ്ങൾ ആ ബുക്കിനെ പല സ്ഥലത്ത് ഞങ്ങൾ ഡൊണേറ്റും ചെയ്തു സ്കൂളുകളിൽ. ഐ ഡിഡ് അറ്റ്ലീസ്റ്റ് 3 യൂണിവേഴ്സിറ്റി ഐ ഗീവ് എ പ്രസന്റേഷൻ ഓൺ ദാറ്റ് ഇൻ കേരള. പലതും റിമോട്ട് ഇൻ പേഴ്സൺ ആൻഡ് സംതിങ് നൗ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ കൊടുക്കണം. ഇവിടെയും ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ജനറേഷനിൽ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ പലർക്കും അറിയാമായിരിക്കാം, ബട്ട് സംബഡി ഇൻ ദ മേ നോട്ട് ബി. ഒരു ചോദ്യം, ഈ പ്രവാസികളെല്ലാം പറയുന്ന ഒരു കാര്യം, ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒക്കെ റേറ്റിങ്ങിലെല്ലാം ഭയങ്കര ഒരു പ്രശ്നം നടത്തുന്നുണ്ട്. പിന്നെ ഇമിഗ്രേഷൻ പ്രോബ്ലംസ് ഒക്കെ മലയാളികൾ പൊതുവെ പറയുന്നുണ്ട്. പിന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് പലതും. ഇതിലൊക്കെ ഫൊക്കാനയ്ക്ക് എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്റ്റെപ്പെടുക്കുന്നുണ്ടോ? ഐ മീൻ എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അറിയാമല്ലോ, എല്ലാ പ്രാവശ്യം എല്ലാവരും നമ്മളെക്കാട്ടും അയക്കുന്നുണ്ട്. മറന്നു പഠിച്ചുപിടിക്കാതെ എന്നുള്ളതല്ല. എനിക്ക് നടക്കാത്തത് നമ്മുടെ ഡയറക്ട് ഫ്ലൈറ്റ് വേണമെന്ന് വരെ പറഞ്ഞു വിടുന്ന മെമ്മോറാണ്ടം പോയിട്ടുണ്ട്. അപ്പം എൻ്റെ അതിനനുസരിച്ച് പറയുന്നത് എത്ര പേര് ഇവിടുന്ന് വരുന്നു, എങ്ങനെ അവരുടെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയത്തില്ല. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റഡി ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. നമുക്കെന്നെ അറിയാം, ഇവിടുന്ന് ഫ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രിവാൻഡ്രത്തിൽ എത്ര പേര് ഡയറക്റ്റ് പോകും എല്ലാ ദിവസവും ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐ ഡോണ്ട് തിങ്ക് പ്രാക്ടിക്കലി അത്ര ആളുകൾ കിട്ടുന്നിരിക്കരുത്. ദിവസവും ട്രിവാൻഡ്രത്തിൽ അല്ലെങ്കിൽ ദിവസവും കൊച്ചിക്കാണ് വരുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെ ചിന്തിക്കാവുന്ന കാര്യങ്ങൾ ഒഴിപ്പിക്കാൻ റെപ്രസെന്റ് ഫെഡറേഷൻ ചെയ്യാം. സോഷ്യൽ റെപ്രസെന്റ് നമ്മളെല്ലാത്തിനും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം, ഫൊക്കാന നാട്ടിൽ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അവിടെ കൺവെൻഷൻ നടത്തുന്നുണ്ട്, ഇവിടെ വെച്ച് കൺവെൻഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള മലയാളികൾക്ക്, പ്രവാസികൾക്ക് നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്. അത് സോർട്ട് ഔട്ട് ചെയ്യാനും സോൾവ് ചെയ്യാനും എന്തെങ്കിലും ലീഗൽ എയ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫോർമേഷൻ നിങ്ങൾ ഉണ്ടാക്കി? നമ്മുടെ മാനിഫെസ്റ്റോയ്ക്ക് അത് പറയുന്നുണ്ട്. അവിടെ നമ്മുടെ ലീഗൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ ലീഗൽ ഒരു ഗ്രൂപ്പ് തന്നെ നമ്മളിതിനകത്ത് പല ആളുകൾ, ഞാൻ പറഞ്ഞ മാതിരി ആളുകളുടെ പിന്നെ എന്താ പറയുന്നത് എക്സ്പെർട്ടൈസ് അനുസരിച്ച് നമ്മൾ ലീഗൽ ഒരു 7 കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കമ്മിറ്റി തന്നെ ലീഗൽ വിഷയങ്ങൾ, പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരാളും നാഷണൽ കമ്മിറ്റിയിലുള്ള 1-2 പേരും പിന്നെ സബ്ജക്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വെളിയിൽ നിന്ന് 2-3 പേര് ചേർത്തുള്ള ഓരോ കമ്മിറ്റിയുണ്ട്. അപ്പോൾ 7 കമ്മിറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റിക്കകത്ത് ഒരു കമ്മിറ്റിയിലുള്ള ഇങ്ങനെയുള്ള ഈ നാട്ടിലെ നമ്മുടെ ലീഗൽ വിഷയങ്ങളും കാര്യങ്ങളായിരിക്കും. ഒരു ഇമിഗ്രേഷൻ വിഷയങ്ങളുള്ള വേറൊരു കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റി പഠനത്തിനകത്ത് ഡെഫിനറ്റായിട്ട് നമ്മൾ ടേക്ക് ചെയ്യുന്നു. ഫൊക്കാന ഒരു സംഘടനയാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഈ നോർത്ത് അമേരിക്കയിലെ പിന്നെ മെയിൻ സ്ട്രീം രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രംഗത്തേക്ക് ചെറുപ്പക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട സമയം അതിക്രമിച്ചെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പറയുക പോവുക. അപ്പോൾ അതിനെന്തെങ്കിലും നിങ്ങൾ സോൾഡായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്? ഒരു മൊമെന്റ് ഒരു സിവിക് അക്കാഡമി തുടങ്ങാനായിട്ട് മത്സ്യനാൾ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒരു സിവിക് അക്കാഡമി യൂത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിക് അക്കാഡമി തുടങ്ങാനായിട്ട് നമ്മുടെ മാനിഫെസ്റ്റോയിലുണ്ട്. സോ വി വിൽ ട്രൈ അവർ ലെവൽ. നമുക്ക് പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ആളുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സിവിക് അക്കാഡമി എന്നിട്ട് നമ്മൾ സിവിക് ഇതിനെ പറ്റിയും നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സെനറ്റിലും അസംബ്ലിയിലും ഒക്കെ ഉള്ള നമ്മുടെ പിന്നെ എന്താ പറയുക ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഹാവ് എ ടേസ്റ്റ്. അപ്പോൾ അതിനെ കഴിച്ചിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രസിഡന്റ് നമ്മുടെ ബാബു സിംഗ് പ്രസിഡന്റ് 2 പേർക്ക് സെനറ്റിൽ ഇന്ത്യൻസ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ മാതിരി അത് നമ്മുടെ പറഞ്ഞില്ല. എല്ലാം ഒരാൾ ചെയ്യണമെന്നില്ല. ഫൊക്കാനെ സ്നേഹിക്കുന്ന 100 ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പലവിധ സപ്പോർട്ട്സ് കൊടുക്കും. ഡെഫിനറ്റ്ലി ഇന്ത്യൻ എംബസി ആയിട്ടുള്ള ഇന്റഗ്രിറ്റി ടീമിന് എന്തെങ്കിലും കണക്ഷൻ പ്രത്യേകിച്ചുണ്ടോ? അമേരിക്കയിലുള്ള ഒത്തിരി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നാണ്. അതെ, നമ്മളിപ്പോൾ അവിടെ പോയിരിക്കും. ചിലരുണ്ട് അവിടെ പണ്ട് പേര് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ സംക്രാന്തിക്കും ഓണത്തിനും അവിടെ പോയി കുത്തിരുന്ന് പറയാം ഞാനാ കോൺസുലേറ്റ്. അതല്ല കോൺസുലേറ്റ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കർശനമായിട്ട് അവർ നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോൾ പല ആവശ്യങ്ങളുണ്ട്. ഞാനന്ന് ബ്രൂക്ലിനിലെ ഒരു പെണ്ണുമുള്ള ഒരു പിന്നെ പഴയ സംഭവം, ഒരു സ്ത്രീയെ ഭർത്താവ് വീട്ടിലേക്കും പറഞ്ഞൊരു കേസ് വന്നപ്പോൾ അവർ പിന്നെ അവർക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം കോൺസുലേറ്റ് ഉണ്ട്. അപ്പോൾ എന്നെ ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ പോയ കോൺസുലേറ്റ് അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അവർ ഇടപെടുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ
ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം ഒന്ന് കോൺസെൻട്രേറ്റ് കണ്ടെങ്കിലും കോൺസെൻട്രേറ്റ് നല്ല ബന്ധമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കറുകപ്പള്ളിയുണ്ട്, കറുകപ്പള്ളി. അല്ല ഞാൻ ഇതുവരെയുള്ള കോൺഫിഡൻസ് എല്ലാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പറഞ്ഞത്. അതെ, അത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരാവശ്യം നടന്നിട്ടില്ല. അതെ അതെ അതിപ്പോഴേ നമ്മൾ നേരെ പൊക്കാന പ്രസിഡന്റിലേക്ക് വിട്ടു. നമ്മളെ തന്നെ ബോധന അതെ അതെ. അല്ല, ഒരു മലയാളി കോൺസെൻട്രേറ്റ് ഉണ്ടാക്കിയിൽ ഒത്തിരി നമ്മുടെ ഇപ്രാവശ്യം പോയല്ലോ. നാട്ടിൽ നിന്ന് ഇവിടെ പല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ഒത്തിരി യുവാക്കൾ വന്നിരുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ വരുന്ന അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മളെ കണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡൻസോ സപ്പോർട്ടോ കൊടുക്കാനുള്ള രീതിയിലുള്ള എന്തെങ്കിലും പ്ലാൻ ചെയ്തു. കമ്മ്യൂണിറ്റി കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പില്ലറിൽ അത് ചെയ്യാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെ വരുന്ന കുട്ടികൾ പലപ്പോഴും അവർ നമ്മുടെ ഈ ഒരു മെയിൻ സ്ട്രീം നമ്മളെ ഫൊക്കാന പോലെയുള്ള അസോസിയേഷനുകൾ വരുന്നേ ഇല്ല. പലപ്പോഴും പെച്ചമണ്ണിൽ വരുന്നവർക്ക് അവരുടെ ഗെറ്റിംഗ് ടു സർവൈവൽ മോഡ്, എങ്ങനെയും ജീവിതം ചെയ്യുക. അപ്പോൾ അവരെ കൊടുത്താനാണ് നമ്മൾ ആ ഒരു ഫൊക്കാന ആപ്പ് കൊണ്ടുവന്ന് അതിൽ കൂടെ കണക്ട് ചെയ്യുക എന്നുള്ളത്. ഒരു കാര്യം എനിക്ക് അതിന് താടിയാണ്. ഞങ്ങൾ പ്രസ് ക്ലബ്ബുകാർ പുതിയ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കാണാൻ പോയിരുന്നു. അത് പുതിയ ആൾ വന്നപ്പോൾ അപ്പം അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേർ ഇവിടെ ഒരു പെട്ടെന്ന് അവർ ഓവർടൈം പിന്നെ അവർക്ക് ഇത്ര ആവേശത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അവർക്കത് അറിയില്ല. അവർ പോയി ചെയ്യുന്ന അവർക്ക് പലർക്കും തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. അവരുടെ ഫ്രീഡം കൂടുതൽ കിട്ടുമ്പോൾ അവർ ഡ്രഗ്, ആൽക്കഹോൾ കൺസെപ്ഷൻ കൂടുന്നു. അങ്ങനെ ഒത്തിരി പേർക്ക് ഇവിടെ പ്രോബ്ലം അനുഭവിക്കുന്നു. ഒത്തിരി കേസസ് ഡെയിലി കോൺസെൻട്രേറ്റ് വരുന്നുണ്ട്. പുതിയ കോൺസെൻട്രേറ്റ് ഞാൻ നമ്മുടെ ഞങ്ങളവിടെ പോയത് ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യാനുണ്ട്. അങ്ങനെ വരുന്നവരുടെ അതിനകത്തൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് ആരെങ്കിലും പഠിച്ചിട്ട് നമുക്ക് അവരെ കൂടുതൽ ഭക്ഷണത്തിലേക്ക് പോകാൻ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഇന്ത്യയിലേക്ക് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം. പണ്ടൊക്കെ ഈ OC കാർഡിന്റെ വലിയ സെമിനാറുകളൊക്കെ പൊക്കാന നടത്തിയിരുന്നു. കറുകപ്പള്ളി അവരെല്ലാവരും നടത്തിയിരുന്നു. ഇപ്പൊ അത് കുറെ നാളായിട്ടില്ല. OCയെ സംബന്ധിച്ച് ഒത്തിരി സംശയങ്ങൾ ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ട്. ലോക്കൽ ലെവലിൽ അസോസിയേഷൻസ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ റീജിയന്റെ പ്രോഗ്രാം ഓരോ റീജിയനിലും നിങ്ങൾ നടത്തുമെന്നാണ് ചോദിച്ചത്. നടത്തും. ആരോഗ്യകാര്യങ്ങൾ തന്നെ ഇരിപ്പുണ്ട്. അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആൾക്കാർ അറിയുന്നില്ല ഇതൊന്നും. അതാണ് ഈ മലയാളി അസോസിയേഷന്റെ ഉദ്ദേശം തന്നെ. കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അതാണ് പറഞ്ഞത്. സമീപകാലത്തെ രീതിയിലുള്ളതായ മാറ്റങ്ങളോ ഇല്ല. 2018 ശേഷം അല്ല 23 ശേഷം വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇല്ല. ഇന്റേണലായിട്ട് വരുന്ന കാര്യങ്ങളെ സംസാരിച്ച് തീർക്കാനും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് അത് മട്ടിലേക്ക് പോകുന്നതിന് പകരം ഇതിനകത്ത് തന്നെ വിത്തിനകത്ത് അത് തീർക്കാൻ ഉള്ള ഏതൊരു സമിതിയോ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ apart from our board of trustees അല്ലാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകൾക്ക് ഫൊക്കാനയുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇലക്ഷനെ പറ്റി തന്നെ ആയിക്കോട്ടെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യമേ അത് ഇലക്ഷൻ കമ്മീഷന് പറയുക. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് സോൾവ് ചെയ്യാൻ നൽകുന്നത് ബോർഡ് ഓഫ് ട്രസ്റ്റിക്ക് വിട്ടതിന് ശേഷം ബോർഡ് ഓഫ് ട്രസ്റ്റിയിലും അവർക്ക് അതിന് പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ അവർ വെളിയിൽ പോകാൻ പാടുള്ളൂ. അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എഴുതി വെച്ചത് അവിടെ ഇരിക്കും, ആളുകൾ പൊക്കോണ്ടിരിക്കും. അതാ കുഴപ്പം. നമ്മൾ നല്ല കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പിന്നെ ഗ്രീവിയൻസ് പ്രൊസീജിയർ ഒരു പേജ് തന്നെ ഇങ്ങനെയാണ് സ്റ്റെപ്സ് യു ഹാവ് ടു. അപ്പോൾ ഇലക്ഷന് മുന്നേ ഉള്ള പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് പോവുക, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസിഷൻ സാറ്റിസ്ഫാക്ടറി ഗോ ടു ബോർഡ് ഓഫ് ട്രസ്റ്റി. ഇത് കൂടാതെ പിന്നെ നമുക്ക് സീനിയർ മെമ്പേഴ്സ് പക്ഷേ അതൊരു ഫോമോ മാതിരിയുള്ള പവർഫുൾ ബോഡിയല്ല. അഡ്വൈസറി ബോർഡ് നമുക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇതില്ല. അതാണ്. അപ്പോൾ അത് അങ്ങനെ പോകുന്നു. ഫൊക്കാന ഇന്റഗ്രി ടീമില് ഇവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും പത്രക്കാരോട് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഞാൻ ട്രംബൽ കേന്ദ്രീകരിച്ചാണ് താമസിക്കുന്നത്. എനിക്ക് I have a wife and a 2-year-old baby, just like the video. So when I'm first time in Fokana,
So I'm representing MASCON. So I hope I can contribute something with this great team. Thank you everybody. ഡയറക്ടർ ഫ്ലൈറ്റിനെ പറ്റി ചോദിച്ചത് പറഞ്ഞോ. സജിമോൻ ആന്റണി അതിന് വേണ്ടിയിട്ട് കണ്ടമാനം ഉണ്ടായിരുന്നു. പ്രവർത്തിക്കുന്ന കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്രിവിലേജുകാരുമായിട്ട് സൈൻ ചെയ്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത് അന്ന് ഞാൻ ഉണ്ടായിരുന്നു. അന്ന് എയർ ഇന്ത്യയോടാണ് സംസാരിച്ചത്. എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മളെല്ലാം ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിലും കൊച്ചിയിൽ ചെന്ന് ഇറങ്ങുന്നത് വേറെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പം ആ എയർലൈൻസ് ഈ ഡേറ്റ തരാൻ തയ്യാറല്ല. അതായത് നോർത്ത് അമേരിക്കയിൽ എത്ര പേര് വരുന്നെന്നുള്ളത് ഡേറ്റ തരാൻ തയ്യാറല്ല. അത് പക്ഷേ എയർ ഇന്ത്യ ഒരു കാര്യം പ്രോമിസ് ചെയ്തിരുന്നത്, ഡയറക്റ്റ് ഇവിടുന്ന് ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിലും ഇവിടുന്ന് നോർത്ത് അമേരിക്കൻ സെൻറ്ററിൽ നിന്ന് പിന്നെ ഇംഗ്ലണ്ടിൽ UK ഒരു എയർപോർട്ടിലോട്ട് ഫ്ലൈറ്റ് പോവുക, അവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും തരാം. കണ്ടിന്യൂസ് വർക്ക് ഇന്റഗ്രിറ്റി ടീമിന്റെ ചാർജ് വൈസ് പ്രസിഡന്റ് ചാർജ് ഏൽപ്പിച്ചു. അതിന് അവർ പറഞ്ഞത് എയർ ഇന്ത്യ പറഞ്ഞ് എനോർമസ് ആയിട്ടുള്ള ചെലവാണ്. എല്ലാ ചെലവും വഹിച്ചാൽ മതി, കുഴപ്പമില്ല. അതെ, പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ച് ഈ ഡേറ്റ കളക്ട് ചെയ്ത് നമുക്കൊരു ഫ്ലൈറ്റിനുള്ള ആൾ എല്ലാ ദിവസവും വരുന്നുണ്ടെന്ന് മാത്രം. അതായത് ഈ നോർത്ത് അമേരിക്കയിൽ നിന്ന് വേണ്ട, യൂറോപ്പിൽ നിന്നുള്ളതും അമേരിക്കയിൽ നിന്നുള്ളതും ഫ്ലൈറ്റ് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് എല്ലാ സിറ്റിയിലോട്ട് പോകാനുള്ള നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മാനിഫെസ്റ്റോ ഈ മീഡിയയുടെ മുന്നിൽ വെച്ച് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വീഡിയോ ഇത് നമ്മുടെ മാനിഫെസ്റ്റോ നമ്മുടെ യൂത്ത് ടൈം ഫൊക്കാന പ്രസിഡന്റ് ആയിരുന്ന പോൾ പുള്ളിക്ക് ഇത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തോടുകൂടി ടീം ഇന്റഗ്രിറ്റി ടീമിന്റെ മാനിഫെസ്റ്റോ റിലീസിംഗ് ആണ് നടക്കുന്നത്. മുൻ പ്രസിഡന്റ് പലവട്ടം 2 പ്രാവശ്യം പ്രസിഡന്റായ ശ്രീ പോൾ കറുകപ്പള്ളിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. താങ്ക് യു എവരിവൺ. പ്രത്യേകിച്ച് ഇത്രയും നല്ല ഒരു പത്രസമ്മേളനം ഇവിടെ അറേഞ്ച് ചെയ്ത സജി അബ്രഹാം ആൻഡ് ടീമിന്, നമ്മുടെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റാണ് മുൻ പ്രസിഡന്റ് ഷോളി കുമ്പിളിവേലി ഇവിടെയുണ്ട്, അതുപോലെ സുനിൽ ക്രൈസ്റ്റാറുണ്ട്, ജോർജ് ഏട്ടനുണ്ട്, ഈ മലയാളി, അതുപോലെ നമ്മുടെ എല്ലാമായ കൈരളിയിലെ മെയിൻ വക്താവ് ജോസ് കടപ്പുറം ചേട്ടനുണ്ട്, അതുപോലെ മാത്യു കുട്ടി ഈശോ. ഇത്രയും പബ്ലിക്കായിട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇത്രയും ഫാമിലി ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഫൊക്കാനയുടെ ഒരു ചരിത്രത്തിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ഇത്രയും ഫാമിലി ഇവിടെ വന്നതായിട്ട് നമുക്കറിയില്ല. ഇത്രയും ഫാമിലിയോട് വന്നതിന് അവരെ അത്യധികം സ്നേഹിക്കുകയും അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും അവരെല്ലാം പ്രത്യേകം ഈ വേദിയിലേക്ക് ഈ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. നമ്മുടെ യൂത്ത് റെപ്രസെന്റേറ്റീവ് ആണ്. ഒരു മിനിറ്റ് സംസാരിക്കുകയാണ്. I want to say thank you to Philippos Uncle and the wonderful team that he's created over here, and it's really a blessing and an honor to be a part of the youth committee for this team. So I just want to thank you all for being here today. Thank you.